ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഭാഗം 12. ഞാൻ ദൈവവുമായി വിലപേശി. ആ സമയമായപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും പോകാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതിനാൽ ഞാൻ ആ യെരുശലേം പാറയിൽ മുട്ടുകുത്തി ദൈവത്തിന് ഒരു നേർച്ച നേർന്നു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, അങ്ങ് ഞങ്ങളെ പുറത്തിറക്കുമെങ്കിൽ എനിക്ക് കണ്ടെത്താൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാത്രത്തിലെ ഒലിവ് ഓയിൽ ഞാൻ അങ്ങേക്ക് കൊണ്ടുതരാം. ഞാൻ കൂട്ടിച്ചേർത്തു, ഞങ്ങൾ ടൊറന്റോയിൽ എത്തുമ്പോൾ ഞാൻ അത് പള്ളിയിൽ കൊണ്ടുവന്ന് നന്ദി സൂചകമായി അങ്ങേക്ക് സമർപ്പിക്കും. ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ ദൈവവുമായി വിലപേശുന്നത് അസാധാരണമായിരുന്നില്ല. ഒലിവ് ഓയിൽ ഒരു വിലയേറിയ വസ്തുവായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഞാൻ പ്രതിജ്ഞയെടുത്തു. ആഴ്ചകൾക്കുള്ളിൽ കനേഡിയൻ എംബസിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ പിതാവിനെ വിളിച്ചു പറഞ്ഞു, മിസ്റ്റർ ഹിൻ, ഞങ്ങളെല്ലാം ചെയ്തു. അതെങ്ങനെയെന്ന് എന്നോട് ചോദിക്കരുത്. നിങ്ങളുടെ എല്ലാ രേഖകളും ക്രമീകരിക്കപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം. അധികം താമസിയാതെ ഞങ്ങൾ ഞങ്ങളുടെ മിക്കവാറും എല്ലാ സ്വത്തുക്കളും വിറ്റ് വടക്കേ അമേരിക്കയിലെ ഒരു പുതിയ ജീവിതത്തിനായി തയ്യാറെടുത്തു. വിശുദ്ധ നാട്ടിലെ ആ അവസാന നാളുകളിൽ മഹത്തായ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന് എനിക്ക് തീവ്രമായ ബോധ്യമുണ്ടായിരുന്നു. ഞാനൊരു സവിശേഷ നഗരം വിടുകയാണ് എന്നെനിക്കറിയാമായിരുന്നു. പക്ഷേ ഏറ്റവും മികച്ചത് എൻ്റെ മുന്നിലുണ്ടെന്ന് എനിക്ക് തോന്നി. യോന പോയത് പുരാതന നഗരമായ യോപ്പയിലെ, അഥവാ എൻ്റെ ജാഫയിലെ തുറമുഖത്തു നിന്നാണ്. അതിൻ്റെ ഫലം നിനവയുടെ രക്ഷയായിരുന്നു. ആ തുറമുഖത്തെ അഭിമുഖീകരിക്കുന്ന ഉയർന്ന പർവ്വതമായ സിറ്റാഡിലേക്ക് ഞാൻ എത്രയോ തവണ കയറിയിട്ടുണ്ട്. ലൈറ്റ് ഹൗസിന് സമീപം 1654 നിർമ്മിച്ച ഒരു ഫ്രാൻസിസ്കൻ പള്ളിയുണ്ട്. അതിനടുത്തായി തോൽപ്പണിക്കാരനായ ശീമോന്റെ വീടിന്റെ സ്ഥലമുണ്ട്. അവിടെ അപ്പോസ്തോലനായ പത്രോസ് കുറച്ചുകാലം താമസിച്ച് ലോകത്തെ മാറ്റിമറിച്ച ഒരു ദർശനം കണ്ടു. ജാതികളെയും യഹൂദന്മാരെയും സഭയിലേക്ക് സ്വീകരിക്കാൻ ദൈവം തന്നോട് പറയുന്ന ശബ്ദം കേട്ട പത്രോസ് പ്രതികരിച്ചു, ദൈവത്തിന് പക്ഷപാതമില്ലെന്ന് സത്യമായി ഞാൻ മനസ്സിലാക്കുന്നു. എന്തെന്നാൽ എല്ലാ ജനതകളിലും അവനെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ അവൻ അംഗീകരിക്കുന്നു. അപ്പോസ്തോല പ്രവൃത്തികൾ 10-ാം അധ്യായം 34 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ആ നിമിഷം മുതൽ ക്രിസ്തുവിന്റെ സന്ദേശം യോപ്പയിൽ നിന്ന് കൈസരിയയിലേക്കും ഭൂമിയുടെ അറ്റങ്ങളിലേക്കും വ്യാപിച്ചു. അത് എല്ലാ മനുഷ്യരാശിയെയും സ്പർശിച്ചു. ഞങ്ങൾ ഹഗാന റോഡിലൂടെ ലോഡ് വിമാനത്താവളത്തിലേക്ക് വണ്ടി ഓടിച്ചപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഈ സ്ഥലം ഇനി എപ്പോഴെങ്കിലും കാണുമോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നെ സ്നേഹപൂർവ്വം പഠിപ്പിച്ച കത്തോലിക്ക കന്യാസ്ത്രീകളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. അവരുടെ മുഖങ്ങൾ അവസാനമായാണോ ഞാൻ കണ്ടത്? വിമാനത്തിന്റെ ജനലിലൂടെ ഞാൻ അവസാനമായി ടെൽ അവീവിലേക്ക് ഒന്ന് നോക്കി. ചാര വെള്ള നിറത്തിലുള്ള ഘനരൂപങ്ങളുടെ ഒരു വലിയ വിസ്തൃതി. എൻ്റെ പിന്നിൽ മൈലുകളോളം ആഴത്തിലുള്ള പച്ച ഓറഞ്ച് തോട്ടങ്ങളുണ്ടായിരുന്നു. അകലെ ജൂഡിയൻ കുന്നുകൾ നേരിയ തോതിൽ മങ്ങിത്തിളങ്ങുന്നു. മെഡിറ്ററേനിയനിലെ വെള്ളത്തിന് മുകളിലൂടെ ഞങ്ങൾ പോകുമ്പോൾ ഞാൻ താഴേക്ക് നോക്കി ജാഫയോട് അവസാനമായി വിട പറഞ്ഞു. എനിക്ക് 14 വയസ്സായിരുന്നു. അതുവരെ എനിക്കറിയാവുന്ന എൻ്റെ ഒരേ ഒരു വീട് ജാഫയിലേതാണ്. കിയോസ്കിലെ ഐസ്ക്രീം. 1968 ജൂലൈയിൽ ഹിൻ കുടുംബം ടൊറന്റോയിലെത്തിയത് ഒരു അപ്രതീക്ഷിത സംഭവമാണ്. എൻ്റെ പിതാവ് ആഗ്രഹിച്ചതും അങ്ങനെയായിരുന്നു. ഒരു സ്വാഗത കമ്മിറ്റിയും ഞങ്ങളെ സന്ദർശിച്ചില്ല. ജോലി വാഗ്ദാനവും ചെയ്തിരുന്നില്ല. കുറച്ച് വസ്ത്രങ്ങൾ അടങ്ങിയ ബാഗ് പുറത്തു ധരിച്ചും ജാഫയിലെ വസ്തു വിറ്റതിൽ നിന്ന് കിട്ടിയ കുറച്ച് പണം സൂട്ട് കേസുകളിലാക്കിയിരിക്കുന്നതുമായിട്ടാണ് ഞങ്ങൾ എത്തിയത്. കുറച്ചു നാളത്തേക്ക് കഴിയാനുള്ളത് അത് മതിയായിരുന്നു. വാടകയ്ക്കെടുത്ത ഒരു അപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ പുതിയ ജീവിതം ആരംഭിച്ചു. വിദേശ സംസ്കാരത്തിൽ പെട്ടെന്ന് എത്തിപ്പെട്ടത് ഒരു ഞെട്ടലോടെയായിരുന്നു. പല ഭാഷകളിലും സംസാരിക്കുമ്പോൾ എനിക്ക് വിക്കുണ്ടായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് അതിലൊന്നായിരുന്നില്ല. എൻ്റെ അച്ഛൻ ഒരു ജോലിക്കുള്ള അപേക്ഷ പൂരിപ്പിക്കാൻ ആവശ്യമായ ഇംഗ്ലീഷ് പഠിച്ചിരുന്നു. എല്ലാറ്റിനുമുപരി ഒരു ഇൻഷുറൻസ് സെയിൽസ്മാൻ ആകുക എന്ന വെല്ലുവിളി അദ്ദേഹം സ്വീകരിച്ചു. അത് വിജയിച്ചു. ഒരു വലിയ കുടുംബത്തെ വളർത്തേണ്ടി വന്നതിൻ്റെ ഭാരമാണോ അതോ ആളുകളുമായി ഇടപഴകുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക ആത്മവിശ്വാസമാണോ അതെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അച്ഛൻ പുതുതായി കണ്ടെത്തിയ തൊഴിലിൽ പെട്ടെന്ന് വിജയം നേടി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ സ്വന്തം വീട്ടിലേക്ക് താമസം മാറി. ഞങ്ങൾക്കെല്ലാവർക്കും അതിൽ അഭിമാനം തോന്നി. എൻ്റെ ജീവിതം വളരെ വേഗത്തിൽ മാറി. സ്വകാര്യ കത്തോലിക്ക സ്കൂളിൽ ചേരുന്നതിന് പകരം ഒരു സർക്കാർ സ്കൂളായ ജോർജ് വാനിയൻ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. സ്കൂളിലെ മിക്ക കുട്ടികൾക്കും പാർട്ട് ടൈം ജോലികൾ ഉണ്ടായിരുന്നതിനാൽ ഞാനും അത് ആഗ്രഹിച്ചു. ടൊറന്റോയിലെ നോർത്ത് യോർക്ക് ഭാഗത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്.
ഞങ്ങളിൽ നിന്ന് വളരെ അകലെയല്ലാതെ പുതിയ ഫെയർവ്യൂ മാൾ തുറന്നിരുന്നു. ഹാംബർഗറും ഐസ്ക്രീമും വിൽക്കുന്ന ഒരു ചെറിയ കിയോസ്കിൽ ഞാൻ ജോലിക്ക് അപേക്ഷിച്ചു. എനിക്ക് ആ ജോലിയിൽ മുൻപരിചയമില്ലെങ്കിലും അവരെന്നെ ജോലിക്കെടുത്തു. സ്കൂൾ കഴിഞ്ഞ് എല്ലാ ദിവസവും ഞാൻ അവിടെ പോയിരുന്നു. എന്നിരുന്നാലും ഒരു ശനിയാഴ്ച ഞാൻ ഒരു പലചരക്ക് കടയിൽ കയറി മാനേജരോട് ചോദിച്ചു, ഒലിവ് ഓയിൽ എവിടെ കിട്ടും? നിങ്ങളുടെ കൈവശമുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജഗ്ഗോ കണ്ടെയ്നറോ എനിക്ക് വേണം. തീർച്ചയായും അദ്ദേഹം ഒരു വലിയ ജഗ് കണ്ടെത്തി. അടുത്ത ദിവസം ഞാൻ അഭിമാനത്തോടെ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് നടന്നു. ദൈവത്തോടുള്ള എൻ്റെ നേർച്ച നിറവേറ്റി. ഞാനത് അൾത്താരയുടെ മുമ്പിൽ വെച്ച് നിശബ്ദമായി പറഞ്ഞു, നന്ദി കർത്താവേ, ഞങ്ങളെ സുരക്ഷിതമായി ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് നന്ദി. എൻ്റെ ഹൃദയം ആ എണ്ണപാത്രം പോലെ നിറഞ്ഞിരുന്നു. കിയോസ്കിൽ ഞാൻ എൻ്റെ ജോലി ചെയ്തു പോന്നു. എൻ്റെ വിക്ക് കാരണം ഞാൻ അധികം സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നില്ല. പക്ഷേ ആ പഞ്ചസാര കോണുകളിൽ ഐസ്ക്രീം പാക്ക് ചെയ്യുന്നതിൽ ഞാനൊരു വിദഗ്ധനായി. ബോബ് എന്ന ഒരാളോടൊപ്പമാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്.